വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ലക്സംബർഗ് എന്ന് പറഞ്ഞൊരു കൊച്ചു കൺട്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ലക്സംബർഗ് സിറ്റിയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലേസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാൽക്കണി എന്നാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലക്സംബർഗ് സിറ്റിയുടെ തന്നെ ഒരു അടിപൊളി വ്യൂ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് കോർണിച്ചെ വാളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാസ്റ്റിലും ചെറിയൊരു ചർച്ച് ഏരിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് സമയം കണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയി അതിൻ്റെ മുകളിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ ബാൽക്കണി കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു കനാൽ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കനാലിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയൊരു കോർണിച്ചെ ഗാർഡൻ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കോർണിച്ചെ വാള്. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലക്സംബർഗ് സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല. കാരണം വളരെ ചെറിയൊരു കൺട്രിയാണ്. വെറും 6 ലക്ഷം ആൾക്കാർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം 1650 സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ യൂറോപ്പിലെ മറ്റുള്ള കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ ഒരു കൊച്ചു ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് തന്നെ പറയാം. ഇവിടെ വന്നാൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ദ ഓൾഡ് ക്വാർട്ടർ ഓഫ് ലക്സംബർഗ് സിറ്റി എന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോർണിച്ചെ വാളും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാൽക്കണി എന്ന് അറിയപ്പെടുന്ന ആ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ബ്രിഡ്ജ് വഴിയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ ചെറിയൊരു കനാൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി ഭയങ്കര പ്രാധാന്യമുള്ള ഒരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1994 മുതൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വാൾ ഓഫ് കോർണിച്ചെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഗാർഡൻ കാണാൻ പറ്റും. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഗാർഡൻ. നമ്മൾ സമ്മറിൽ വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു കൊച്ചു ഗാർഡനാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ആ ഒരു വാൾ സൈഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും സമ്മറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വരാനും കുറച്ച് സമയം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഓൺ റോഡ് ട്രിപ്പൊക്കെ ആയിട്ട് വരാൻ പറ്റും. കാരണം ലക്സംബർഗ് കൺട്രി ജർമ്മനിയുടെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് ഇനി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഏരിയനെ പറയുന്നത് ദ ബോക്ക് ആൻഡ് കേസ്മേറ്റ്സ് എന്നാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ ഈ ഒരു ലക്സംബർഗ് സിറ്റിയിലെ തന്നെ ആൻസിയൻ ഹിസ്റ്റോറിക്കൽ ഏരിയ ആണിത്. ഇത് ഏകദേശം നോർത്ത് ഈസ്റ്റേൺ കോർണറിലായിട്ടാണ് ഈ ഒരു പ്ലേസ് ലക്സംബർഗ് സിറ്റിയിലുള്ളത്. അപ്പോൾ നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാനൈറ്റ് ക്ലിഫ് സൈഡാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോർണിച്ചെ ഗാർഡൻ ഏരിയയുടെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇതുപോലത്തെ ഒരു ഏരിയയിലൂടെ നമുക്ക് പതിയെ നടന്ന് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റി മൊത്തം കാണുന്ന ആ ഒരു വ്യൂ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിൻ്റെ ബാൽക്കണി എന്നറിയപ്പെടുന്ന ആ ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയും ഇവിടുത്തെ ഒരു കാസ്റ്റിലൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. 1963 തൊട്ടിട്ട് ഇവിടുത്തെ കാസ്റ്റിലുണ്ട്. അതിനുശേഷം ഒരുപാട് തവണ ഈ ഒരു ഏരിയ അറ്റാക്ക് ചെയ്യപ്പെടുകയും അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുള്ളതാണ്. അതിനുശേഷം ഇവരിതുപോലെ ഇത് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഈ ഒരു പ്ലേസ് ബോ കേസ്മേറ്റ്സ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു മെഡീവിയൽ കാസ്റ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് കോറിഡോർസും ഒരുപാട് ഗാലറീസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ കേസ്മേറ്റ്സ് എന്നൊരു പേര് വന്നത്. അപ്പോൾ നമ്മൾ പതിയെ മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ തന്നെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾഡ് ക്വാർട്ടർ ഓഫ് ലക്സംബർഗ് സിറ്റി എന്നാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ഒരു പഴയ ബിൽഡിങ്ങുകളും ഇവിടുത്തെ ബ്രിഡ്ജസും ഇവിടുത്തെ ഭംഗിയൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള ഏറ്റവും ഹൈറ്റിലുള്ള പ്ലേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചുറ്റിനുള്ള ബിൽഡിങ്സും അതുപോലെ കാസ്റ്റൽസും ഭംഗിയുള്ള നല്ല ബ്രിഡ്ജസും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കുറച്ച് ടോപ്പ് ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പുറത്തെ സൈഡിൽ ചെന്നാലാണ് നമുക്ക് ആ ഒരു ഫുൾ
വ്യൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ഏരിയ, കാരണം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജൊക്കെ ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ പതിയെ ഈ സ്റ്റെപ്സ് എടുത്ത് മുകളിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലക്സംബർഗ് സിറ്റിയിൽ തന്നെ ഈ ഒരു കാസ്റ്റിൽ ഏരിയയിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ളൊരു പോർഷനിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വാൾ സൈഡും അതുപോലെ ആ സിറ്റി വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയയൊക്കെ നമുക്ക് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മളിനിയിപ്പോൾ കാണാൻ പോകുന്നത് ആ ഒരു യൂറോപ്പിൻ്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ബാൽക്കണി സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആ ഒരു സിറ്റിയുടെ ആ മെയിൻ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആ ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ കണ്ട കാസ്റ്റൽസും ആ ഒരു ഭംഗിയുള്ള പ്ലേസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഇതിൻ്റെ താഴെ നിന്നാണ് മുകളിലേക്ക് കയറി വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ മേളിൽ വന്നിട്ട് മേളിൽ നിന്ന് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരത്തെ വന്ന വഴിയിലൂടെ താഴേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ പതിയെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൗഡി ആയിട്ടാണ് മൊത്തത്തിൽ ക്ലൈമറ്റ് ഉള്ളത്. പക്ഷെ എന്തായിരുന്നാലും നമ്മൾ സമ്മറിൽ തന്നെ വരണം. പിന്നെ മഴയ്ക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്കിവിടെ പ്ലേസസ് കാണാനൊക്കെ കുറേ കൂടിയും കൺവീനിയൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്സംബർഗ് സിറ്റിയുടെ ഒരു ലോങ് വ്യൂ ടോപ്പ് വ്യൂ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. മഴ ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നേരത്തെ നമ്മൾ വന്നത് ആ ഒരു കനാൽ സൈഡ് കാണുന്നില്ലേ, ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വന്നത് കേട്ടോ. ആ ഒരു റോഡ് സൈഡൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്നത് ആ ഒരു ചർച്ചാണ്, അതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം അവിടെ കാണുന്ന ആ കുഞ്ഞ് ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് ആ ഒരു ഗാർഡൻ ഏരിയയും വാൾ ഏരിയയും ഒക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ഒരു 1 hour ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചടന്ന് കാണാൻ പറ്റും. മീൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്, നമുക്ക് കുറച്ച് സമയമൊക്കെ കണ്ട് പോരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2-2.5 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇത് ശരിക്കും അപ്പുറത്തെ റോഡിനെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയാണ് നമ്മൾ അകത്തേക്ക് വരിക. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ട് വന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ നമ്മൾ നടന്ന് തന്നെ കാണുന്ന ഈ ഒരു പ്ലേസൊക്കെ വളരെ കൊച്ചു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓൾഡ് സിറ്റീസ് ഇഷ്ടമുള്ള ആൾക്കാർ, അതായത് വളരെ പഴക്കമുള്ള സിറ്റീസൊക്കെ കാണാനും കാസിലൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഫിനറ്റായിട്ടും ലക്സംബർഗ് സിറ്റി വ്യൂസ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു അടിപൊളി പ്ലേസ് കാണാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാസിലും ചർച്ചും ഇവിടുത്തെ ആ ഒരു സിറ്റിയുടെ തന്നെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു കേസ്മേറ്റ്സ് ഏരിയൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 21 kilometers ഏരിയയിൽ അണ്ടർഗ്രൗണ്ട് പാസേജസ് ആണുള്ളത്. അത് സോളിഡ് റോക്ക് കൊണ്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരുപാട് 1000-ലേറെ ആൾക്കാരെ ഇവിടെ നമുക്ക് ഷെൽട്ടറിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സും ഹോഴ്സസും അതിനെയൊക്കെ നമുക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ വർക്ക്ഷോപ്സും കിച്ചൺസും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ശരിക്കും ഒരു ഒളിത്താളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്ട് കാണാൻ പറ്റുക. ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ കാണുന്ന ബിൽഡിങ്സ് വളരെ പഴക്കം ചെയ്യുന്ന സിറ്റികളിൽ എപ്പോഴും നമ്മൾ ചെന്നാലും നമുക്ക് ഇതുപോലെ കാണാൻ ഭംഗിയുള്ള കുറേ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജുള്ള സിറ്റിയാണ് ലക്സംബർഗ്. അപ്പോൾ നമുക്ക് ഒന്നിലധികം ബ്രിഡ്ജസ് കാണാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ലിഫ്റ്റ് ഉണ്ട്, അതൊരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിട്ട്
ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലിഫ്റ്റ് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്സംബർഗ് സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവിടെയുള്ളത് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയൊരു കനാൽ സൈഡിലൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഈ ഒരു കനാൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പോണത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു ക്യൂട്ട് വില്ലേജ് പോലത്തെ സൈഡാണ് കാണാൻ പറ്റാം. അപ്പോൾ രണ്ട് സൈഡിലും കുറേ പഴയ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ പതിയെ നമ്മൾ മുന്നിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് എത്താം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഏരിയയിൽ പോകാറുണ്ട്. അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. മീൻസ് നമുക്ക് എലിവേറ്റർ എടുത്താൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു ലിഫ്റ്റ് എടുത്ത് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു ഏരിയ ഇല്ലേ, അവിടെ നിന്ന് അവിടെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ലിഫ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറുകയും ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. ട്രാൻസ്പോർട്ടേഷനും കൂടി വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലിഫ്റ്റിൽ കയറിയിട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് പോകുന്തോറും ആ ഒരു സിറ്റിയുടെ വ്യൂ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് പോവാം. അപ്പം നമ്മൾ കാണുന്നത് ആ ഒരു സിറ്റിയുടെ ഒരു ലോങ് വ്യൂ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്താൻ പാടില്ല ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡ് പോയിന്റിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സിറ്റി വ്യൂ കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ വരാം. ഫ്രീ ആണ്. നമുക്ക് ഈ ഒരു ലിഫ്റ്റ് എടുത്ത് മുകളിൽ വരാം. അതുപോലെ തന്നെ താഴേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സിറ്റിയുടെ നല്ല വ്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ താഴെ കാണുന്ന ഗ്ലാസ് ആണ്. ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും താഴേക്ക് കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിലുള്ള ബ്രിഡ്ജൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ വന്നാലുള്ളതെന്നാണ് പ്രത്യേകത. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് എടുത്ത് താഴേക്ക് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ എൻഡ് സൈഡിലെത്തി മറ്റുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ലക്സംബർഗ് സിറ്റി ഒരുപാട് ബ്രിഡ്ജസിനും പേര് കേട്ട പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു ബ്രിഡ്ജ് തന്നെയാണ്. ഇവിടെ റോഡും റെയിലും ഒക്കെ കൂടിയുള്ള ഒരു ബ്രിഡ്ജാണ്. രണ്ട് മെയിൻ ആയിട്ടുള്ള വലിയ പില്ലേഴ്സാണ് നമുക്ക് താഴെ കാണാൻ പറ്റുക. നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് നല്ല ബ്രിഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ലക്സംബർഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല ലക്സംബർഗിൽ ഇനി ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ലക്സംബർഗ് സിറ്റി അട്രാക്ഷൻസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.